ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സ്റ്റീംഡ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് വേണമെങ്കിൽ ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദമാവ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് വിരകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തോട്ട് മാവ് ഡ്രൈ ആയി പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഇതവിടെ ഇരുന്ന് ആകുന്ന ടൈമിൽ ഇതിൻ്റെ ഫില്ലിങ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ലിങ് വെക്കുന്ന സമയത്ത് മൊമോസ് ശരിയായിട്ട് വരത്തില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പർ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് മൊമോസിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എന്ന് വെച്ചാൽ ഒരു 200 ഗ്രാം വരും. അത് ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഫില്ലിങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചിക്കൻ്റെ സ്ഥാനത്ത് ബീഫ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് മുളക് പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും മൊമോസിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവെടുത്ത് ഒന്നും കൂടി ഒന്ന് വിരകിയതിന് ശേഷം ബോൾ പിടിക്കുക കേട്ടോ. 1 കപ്പ് മാവിൽ നിന്ന് ഏകദേശം 8 ബോൾ വരെയൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ചപ്പാത്തിയൊക്കെ ചെയ്തെടുക്കും പോലെ തന്നെ ഒരു ബോൾ എടുക്കുക. അത് കുറച്ച് മൈദയിൽ മുക്കിയതിന് ശേഷം പരത്തിയെടുക്കുക. ചപ്പാത്തിക്ക് വേണ്ടി പരത്തിയെടുക്കത്തില്ലേ, അതുപോലെ പരത്തിയെടുക്കുക. ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കും പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വാവട്ടമുള്ള ഒരു കപ്പോ അടപ്പിൻ്റെ പാത്രമോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഓരോ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ഞാനിന്ന് ചെറിയ മൊമോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലുതും ഉണ്ടാക്കുന്നുണ്ട്. കപ്പ് വെച്ച് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി എക്സസ് ആയിട്ട് വരുന്ന മാവ് നല്ല ഈസി ആയിട്ട് തന്നെ ഊരിപ്പോരും. ഇതാ ഊരിയെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാട് ഫില്ലിങ് വെച്ച് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്കിത് പ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇതിപ്പോൾ ഓരോന്നും ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഫില്ലിങ് കൈ വെച്ച് താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പ്ലീറ്റ് ചെയ്തെടുക്കുക. മൈദമാവായതുകൊണ്ട് തന്നെ ഇത് വലിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട്. 1-2 എണ്ണം ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണെന്ന്. പിന്നെ നമ്മൾ ഏത് സൈഡിലോട്ടാണോ പ്ലീറ്റ് ചെയ്ത് ആ സൈഡിലോട്ട് തന്നെ മുകൾ ഭാഗം ഇതുപോലെ തിരിച്ച് ലോക്ക് ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഓരോ മൊമോസും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൊമോസ് എല്ലാം ഞാൻ ആക്കി വന്നപ്പോൾ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബാച്ച്. അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും ഒരു ബാച്ച് റെഡി ആയിട്ട് വരും. ഇത് കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് അടുത്ത ബാച്ചിലുള്ള മൊമോസ് എല്ലാം കൂടി.
ഇത് സ്റ്റീം ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. സ്റ്റീം ചെയ്ത് കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. സ്റ്റീം ചെയ്തിട്ട് ഇത് വെന്തതിന് ശേഷം ഇത് ഓരോന്നും എടുത്ത് ഫ്രൈ ചെയ്ത് കഴിക്കുവാണെങ്കിൽ അതിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാ മമ്മൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചട്നി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ 2 തക്കാളിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 6 വറ്റൽമുളക്, ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര, 1 ടീസ്പൂണോളം വിനീഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ പേസ്റ്റ് പോലെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മമ്മൂസിൻ്റെ കൂടെ ഈ ചട്നിയും കൂട്ടി നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. ഇവിടെ എല്ലാ മമ്മൂസും റെഡിയാണ്. ഈ മമ്മൂസ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഫ്രൈ ചെയ്ത് കഴിച്ച് നോക്കുക. അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തും സപ്പോർട്ട് ചെയ്തേക്കണേ.